സോഷ്യൽ മീഡിയകളിലൂടെ യുവതികളെയും വീട്ടമ്മമാരെയും വലയിൽ വീഴ്ത്തി പണം തട്ടുന്ന 7-അംഗ സംഘം കൊച്ചിയിൽ പിടിയിലായി. പാലാരിവട്ടം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി ഹൈദരലിയും ഒപ്പം അതിഥികളും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഹൈദരലിയിലേക്ക്. എന്താണ് ഹൈദരലി വിശദാംശങ്ങൾ? ജോയി, ദീപ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അവിനാശിനെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. ഈ ഒരു കാര്യത്തിൽ ബോധം തെളിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്ന ഒരു പ്രതികരണമാണ് പെൺകുട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുമായി സംസാരിച്ചതിന്റെ ശബ്ദ സന്ദേശം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഞങ്ങളോട് അതേക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി ഒന്ന് പറയാമോ? വിവാഹത്തിന് മുമ്പേ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും അമ്മയും വിദേശത്തായിരുന്നു ഒരു പയ്യൻ ഇയാളെ നീ അറിയോ? എനിക്കൊന്നും അറിയുന്നില്ല. അല്ല, ഇയാളെ നമ്മൾ എനിക്ക് വേറെ ജോലിയുണ്ട്. അതങ്ങ് അടച്ചേക്ക്. മോളകത്തില്ലേ? ആ, അവളകത്തുണ്ട്. വിളിക്കണം. മോളെ, ഇത് നമ്മുടെ വിശ്വന്റെ മോനല്ലേ? ഇവനങ്ങ് വളർന്നു പോയല്ലോ. അല്ല, അവനിപ്പോഴും ഇറ്റലി തന്നെയല്ലേ? ഇങ്ങോട്ട് വരാൻ പ്ലാനൊന്നും ഇല്ലേ? ആ മോളെ, ഇവൻ കണക്കിന് കുറച്ച് വീക്കാ. നിന്റെ അടുത്ത് ട്യൂഷൻ എടുക്കാൻ വന്നതാ. ഇവനെ കൂടെ അങ്ങ് ഇറ്റലി കൊണ്ടുപോയിക്കൂടായിരുന്നു? അവിടെ ആകുമ്പോ നല്ല വിദ്യാഭ്യാസം കിട്ടുമായിരുന്നല്ലോ. അച്ഛനും അമ്മയൊക്കെ പലയിടത്തായിട്ട്. എടി, നിനക്ക് അവനെ മനസ്സിലായി? നമ്മുടെ വിശ്വന്റെ മോനാ. വായിച്ചേ മോള് വിളിക്കാറൊക്കെ ഉണ്ടോ? ദിവസങ്ങൾക്കുള്ളിൽ അവൻ എനിക്കൊരു അനുജനെ പോലെയായി മാറി. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും അവൻ അനുവദിച്ചിരുന്നു. കല്യാണം കഴിക്കാനോടാ? ഹലോ, എടാ ഞാൻ ക്ലാസ്സിലാ. ഇപ്പൊ വരാം. നീ ഇതെവിടെ പോവാ? ഇപ്പൊ വരാം. എന്നാലും അവനിലുണ്ടായ അസാധാരണ മാറ്റങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടാ, അപചിത്രം ഒന്നില്ലേ? നേരിയടാ. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്തായാലും രാത്രി വിളിക്കാൻ ഞാൻ നിന്നെ. അതിൽ നിന്നൊക്കെ അവനെ തിരുത്തുവാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അകത്തുണ്ട്. അവളിത് എക്സാം ഫീസ് അടയ്ക്കാൻ പോവുക. എന്താണത്? പേടിച്ചു പോയല്ലോ. എന്താണ് രാവിലെ? എനിക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ പോണം. നീ നേരത്തെ വരണേ. സമയം പോയി. ചേച്ചി ഒന്നിക്കേ, എനിക്കിന്ന് മാത്രമേ പോകണം.
ഇത് പുറത്തറിഞ്ഞാൽ സമൂഹം എന്നെ എങ്ങനെ കാണുമെന്ന് ഞാൻ ശരിക്കും ഭയപ്പെട്ടു. എന്റെ ഭർത്താവും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ അറിഞ്ഞാലുള്ള ഭയത്താലാണ് ഞാനിത് ആരോടും പറയാതിരുന്നത്. ജോയി, ഈ ഒരു സംഭവത്തോടുകൂടി സോഷ്യൽ മീഡിയ ഏത് തരത്തിലാണ് വ്യക്തി ജീവിതങ്ങളെ അടക്കം ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മുന്നിൽ വെളിവായിരിക്കുകയാണ്. അതായത് സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയാനുള്ള ഉപയോക്താവിൻ്റെ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം. വസ്തുത എന്താണ് എന്ന് തിരിച്ചറിയാതെയുള്ള ഓരോ സോഷ്യൽ മീഡിയ ഷെയറുകളും തകർത്തെറിയുന്നത് ഓരോ കുടുംബ ജീവിതങ്ങളെയുമാണ്. അവിനാശിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഉത്തമ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഏത് തരത്തിലാണ് ജനങ്ങൾക്കിടയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ്. ഈ ഒരു തലത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇതിനുവേണ്ടി കൃത്യമായ നിലപാടെടുക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. ഈ ഒരു നടപടി അധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇത്തരം ദീപമാർ ആവർത്തിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. അതായത് സ്ത്രീകൾക്ക് തങ്ങളുടെ നിലപാടുകൾ, തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമൂഹത്തിൽ ഒരുങ്ങേണ്ടതുണ്ട്. അതിന് കൃത്യമായ നടപടികൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി അധികാരി വർഗത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം. ജോയ്, നമുക്കൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് IT വിദഗ്ധനും സാമൂഹിക നിരീക്ഷകനുമായ ശ്രീ ജോസഫ് സി മാത്യു ആണ്. അതിനൊപ്പം തന്നെ പാട്ടെഴുത്തുകാരിയും സാഹിത്യകാരിയുമായ ശ്രീമതി ശശികല മേനോനും പങ്കെടുക്കുന്നുണ്ട്. ഇത് ആദ്യമായല്ല കേരളത്തിൽ സോഷ്യൽ മീഡിയകൾ വില്ലനാകുന്നത്. എന്തുകൊണ്ടാണ് സാക്ഷര കേരളം സോഷ്യൽ മീഡിയ ഒരുക്കുന്ന ചതിക്കുഴിയിൽ പതിവായി വീഴുന്നത്? എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് നമുക്ക് പ്രക്ഷേപണം ചെയ്യാതെ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെയും അത് എന്താണ് അതിൻ്റെ ഒരു അല്പസമയം വെയിറ്റ് ചെയ്തിട്ട്, കാരണം ഇതിനകത്ത് നമ്മൾ പറയപ്പെടുന്ന വ്യക്തിക്കൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇത്രയ്ക്ക് വിപുലമായിട്ട് ഒരു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറയുക. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിവൊക്കെ ഒരുപാടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലെയും ഒരു ചെറിയ വിഭാഗത്തിനൊഴികെ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പീഡനം സംഭവിച്ചാലോ, ശരിയല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വന്നാലോ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതിന് തീർച്ചയായിട്ടും നമുക്കൊരു വനിതാ കമ്മീഷനുണ്ട്, അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ വനിതാ കമ്മീഷൻ തന്നെയായാലും അവിടം വരെ കുട്ടികൾക്ക് എത്തിച്ചേരണമല്ലോ. അതിനുള്ളൊരു അവബോധം ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ അമ്മമാരുണ്ട്, അമ്മമാർ സുഹൃത്തുക്കളാവണം. അമ്മ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ട്യൂഷൻ എടുക്കാൻ വന്ന മാഷിൽ നിന്നിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അതൊരു വലിയ ഭൂകമ്പമായതാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് നല്ലൊരു സുഹൃത്ത് അമ്മയായതുകൊണ്ടാണ്. എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം വീട്ടിലുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിലെ ക്രിമിനലിസം നിയന്ത്രിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മളുടെ പൗരന്മാരുടെ ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിൽ സർക്കാരുകൾ ചെയ്യേണ്ടിയിരുന്നത് പൗരന്മാർക്ക് വേണ്ടി ഈ സ്വകാര്യ സ്ഥാപനങ്ങളോട് സംസാരിച്ചുകൊണ്ട് സ്വകാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഭരണകൂടങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൂറ്റൻ സ്വകാര്യ സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സ്വകാര്യതാ ലംഘനം നടത്തിക്കൊണ്ട് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി കുറേ വിവരങ്ങൾ തങ്ങൾക്കും ലഭിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം, ഈ സർക്കാരുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വകാര്യത ഒരു മൗലിക അവകാശമല്ല എന്നും ഒന്നും ഒളിച്ചു വെക്കാനോ കുറ്റവാളിയോ അല്ലാത്തവന് സ്വകാര്യത ഒരു വിഷയമല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ ഊന്നിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾക്കും നിയമ നടപടികൾക്കും മാത്രമേ ഇത്തരം പ്രവർത്തികളിൽ നിന്നെല്ലാം സ്ത്രീകളെ ആയാലും മറ്റ് വൾണറബിൾ ഗ്രൂപ്പിലുള്ളവരെ ആയാലും രക്ഷിക്കാനും സംരക്ഷിക്കാനും സാധിക്കത്തുള്ളൂ. സമൂഹത്തിലെ ദുർബലരായിട്ടുള്ളവരെ എല്ലാം രക്ഷിക്കണമെങ്കിൽ അതേ സാധിക്കത്തുള്ളൂ. അതിന് ആ വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് പരമപ്രാധാന്യം ലഭിക്കുന്ന ഒരു നിയമനിർമ്മാണം ഉണ്ടാകേണ്ടത്. പലപ്പോഴും സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹം സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പരക്കം പായുന്നുണ്ട്. ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ, അന്വേഷണമില്ലാതെ കാണുന്നതൊക്കെയും വിശ്വസിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിന്, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും സോഷ്യൽ മീഡിയയുടെ
ചൊൽപ്പടിക്കാണ് ഇപ്പോൾ ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ധമായ സോഷ്യൽ മീഡിയ ഭ്രമം ബാധിച്ച സമൂഹത്തെ ക്രിമിനലുകൾ ചൂഷണം ചെയ്യുന്നത്.